രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ആരും ചോദ്യം ചെയ്യാൻ ഇടയില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന മുഖ്യമന്ത്രിയെ പരസ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ തന്നെ ഒരു MLA വെല്ലുവിളിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ള സിനിമയിൽ ശ്രീനിവാസൻ എന്നൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല മനുഷ്യരായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവസാനം പറയും ആ പരമദ്രോഹി 1 സെന്റ് ഭൂമി പോലും എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്, നിരവധി തവണയുണ്ട്. അതേപോലെയാണ് അക്കമിട്ട് PV അൻവർ പറഞ്ഞത്, മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ ഒന്ന് പഠിക്കണം, അദ്ദേഹത്തെ ചില ആൾ ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം തന്നെ ഒരു ADGP എഴുതി കൊടുത്തതാണ്. അദ്ദേഹം നേരത്തെ പത്രസമ്മേളനത്തിൽ ADGP പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ അപഹസിക്കുന്ന ഒരു, ആരും ചോദ്യം ചെയ്യാൻ ചെയ്യില്ല എന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ധൈര്യപ്പെടാതിരുന്ന ഒരു കാര്യമാണ് ഇന്ന് PV അൻവർ ചെയ്തിരിക്കുന്നത്. 2, അതെ, PV അൻവറിൻ്റെ പത്രസമ്മേളനം, നമ്മൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം എന്തുകൊണ്ടാണ് അൻവർ ഈ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഇങ്ങനെ ആരോപണങ്ങളോ ആയിരുന്നത്? ഈ സമൂഹത്തിൽ എന്തെങ്കിലും അനീതിയോ അക്രമമോ കണ്ടാൽ സഹിക്കില്ല, ഉള്ളു പിടയുന്നു എന്നുള്ളത് കൊണ്ടാണോ വന്നത് എന്നുള്ള കാര്യം അത് പുറത്തായിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എയർപോർട്ടിൻ്റെ നടയിൽ വെച്ച് എന്തിനു സ്വർണം പിടിക്കുന്നു, അത് കസ്റ്റംസ് പിടിച്ചാൽ പോരെ എന്നുള്ളതാണ്. അറിയാമല്ലോ, കസ്റ്റംസ് നിയമം അനുസരിച്ച് എയർപോർട്ടിൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ അവരെ പോലീസിൻ്റെ നടപടിയിലേക്ക് കൊണ്ടുപോകും. ഇതിൻ്റെ സോഴ്സ് കാണണം, എങ്ങനെയാണ് അതിൻ്റെ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷേ കസ്റ്റംസിലാണെങ്കിൽ, പാസ്പോർട്ടിൽ വരുന്ന ആളാണെങ്കിൽ, നികുതി വെട്ടിപ്പിൻ്റെ പേരിലാണെങ്കിൽ നിലവിലുള്ള നിയമത്തിന് അനുസരിച്ച് ഒഫൻസ് കാമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന പരിധിക്കുള്ളിലാണെങ്കിൽ കാമ്പൗണ്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അൻവറിൻ്റെ പ്രശ്നം ഇത് സ്വർണം കടത്തുന്ന ആളുകൾ ഫൈനടിച്ച് പുറത്തു വരികയാണ് വേണ്ടത്, പോലീസ് പിടിക്കാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ട് അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നമുക്ക് വരുന്നത്. ഏകദേശം 3 വർഷത്തിനിടയിൽ 147.79 കിലോ സ്വർണം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 129 ഒരു പ്രത്യേക ജില്ലയിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അൻവറിൻ്റെ ഈ പ്രശ്നവും മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കൊടുത്ത ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടിയും കൂടി കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും എന്തുകൊണ്ടാണ് അൻവർ ഇപ്പോൾ ഈ പ്രശ്നവുമായി മുന്നോട്ട് വരുന്നത്. ഉത്തരം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചില ആളുകൾ നടന്നു വരുന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പരിധിവരെയെങ്കിലും ഇപ്പോൾ ചില റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടാവാം, എന്റെ സംശയമാണ്. പോലീസ് ഇടപെടൽ കാര്യക്ഷമമാണ് എന്നുള്ളത് കൊണ്ട് പോലീസിന്റെ ആത്മവീര്യം തകർത്ത് അതിന്റെ പ്രവർത്തനം മുടക്കാനുള്ള ലോബിയിങ്ങിന്റെ ഭാഗമായിട്ടാണ് PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അടക്കം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളതാണ് BJP മനസ്സിലാക്കുന്നത്. ഒരു കാര്യം അതാണ്, അതായത് PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഈ താല്പര്യം കൊണ്ട് മാത്രമാണ്. അങ്ങനെയല്ലല്ലോ. അദ്ദേഹം പത്രസമ്മേളനത്തിൽ അൻവർ പറഞ്ഞ എന്താ, എനിക്ക് പ്രശ്നം തുടങ്ങുന്നത് ശശിയുമായി പ്രശ്നം തുടങ്ങുന്നത് എന്നു മുതല സാജനെതിരായിട്ടുള്ള മറുനാടൻ മലയാളി സാജനെതിരായിട്ടുള്ള നടപടി. രണ്ടാമത്തെ കാര്യം JR പത്മകുമാർ അങ്ങ് പറയുന്നത്, ഇതിലൊരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം അങ്ങ് രണ്ടാമത്തെ കാര്യം പറഞ്ഞോളൂ. അതായത് പോലീസ് ഇടപെടൽ, ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിന്റെ സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ട ഇടപെടൽ കാര്യക്ഷമമാണ് എന്നുള്ളത് കൊണ്ട് ചില ലോബികൾക്ക് സ്വർണ്ണക്കടത്ത് നടത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആ ലോബിയുടെ താല്പര്യപ്രകാരം PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണമാണിത്. അതിനപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ P ശശിക്കോ MR അജിത് കുമാറിനോ ഒന്നും ഇതിൽ ഒരു പങ്കുമില്ല എന്നുള്ളതാണ് BJPയുടെ ബോധ്യം. ഞാൻ പറഞ്ഞു വന്നത് നിരവധി ഇഷ്യൂസ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഇപ്പൊ PV അൻവറിന്റെ പത്രസമ്മേളനത്തിൽ കൂടി വെളിവായത് കാര്യം, എന്തുകൊണ്ട് ഇത് പോലീസ് അന്വേഷിക്കുന്നു, കസ്റ്റംസ് അന്വേഷിച്ചാൽ പോരെ? അതിനൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ കോമ്പൗണ്ട് ചെയ്ത് ഈ ടാക്സ് വെട്ടിച്ച് വന്നതാണെന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. അതെന്തുകൊണ്ട് അൻവർ എതിർക്കുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ആരോപണം ഉന്നയിക്കുന്നത് അതിനു വേണ്ടിയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഒരു കാരണം
അദ്ദേഹം ഒരു പറഞ്ഞതിൽ കാരണം നിന്ന് അതാണ് എന്ന് ബി ജെ പി ആണ്. വിചാരിക്കുന്നു. അത് ഉറപ്പല്ലേ? 100 കാരണം ഉണ്ടായിരിക്കാം, ഒരു കാരണം അതാണ് എന്ന് ബി ജെ പി വിചാരിക്കുന്നു. ശരി, ബി ജെ പിയുടെ ശരി, മറ്റാരും ബി ജെ പി നേതാക്കൾ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ്. ശരി, ഞാൻ പറഞ്ഞു വന്നത് അൻവർ പറയുന്ന ഒരു കാര്യം, ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഈ തിന്മകൾക്കും എതിരായി ഞാൻ പൊട്ടിത്തെറിക്കുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. പി ശശിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നം മറുനാടൻ സാജനും എതിരെ പരാതി കൊടുത്തിട്ട് അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ അത് പോലീസിനെ കൊണ്ട് നടപടി സ്വീകരിച്ചില്ല. അതാണ്. അപ്പൊ നടപടി സ്വീകരിച്ചിരുന്നെങ്കിലോ ഈ ശശി ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് അൻവർ സമ്മതിക്കുമായിരുന്നോ? അപ്പൊ അവിടെയാണ് പ്രശ്നം. അവിടെയാണ് നമ്മുടെ ഷാബി ജാലിയോ വിയോജിപ്പുകൾ എവിടെ വേണമെങ്കിലും ഉണ്ടാകാമല്ലോ. അപ്പൊ അത് ഒരു സ്ഥലത്തെത്തുന്നത് അവിടെയാണ്. ഒരാളെ അൻവർ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു വലിയ തിന്മയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമേൽ സാമൂഹ്യ വിരുദ്ധരാണ് ഇവരൊക്കെ എന്ന് കണ്ടാണ് ആ നിലപാടെടുത്തത് എന്നുള്ളതാണ് പറഞ്ഞത്. ചെറിയ തട്ട് കോട്ടം വരുമ്പോ വലിയ സാമൂഹ്യ പരിഷ്കർത്താവായി ഇങ്ങോട്ട് വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല.